ഹായ്. അപ്പോ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ട് ഒരു യാത്ര. പെരുന്നാളായിട്ട് അങ്ങനെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. എല്ലാരും ചോദിക്കുന്ന ട്രിപ്പ് പോയിട്ടില്ല എന്നൊക്കെ. മറ്റേ ഇവിടെ നിന്ന് പോയി വന്നു. കർമ്മയിലൊന്ന് വെറുതെ ഒന്ന് കറങ്ങി വന്നു അല്ലാണ്ട് അവിടെ പോയിട്ടില്ല. കാരണം ഞങ്ങൾ വലിയൊരു യാത്ര പോവാൻ തീരുമാനിച്ചിരുന്നു. ആദ്യം തന്നെ അജ്മീർ, ആഗ്ര, ഡൽഹി, അതേപോലെ തന്നെ മുംബൈ, അഹമ്മദാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു വലിയൊരു യാത്ര, 10 ദിവസത്തെ യാത്രയാണ്. അപ്പൊ നോർത്ത് ഇന്ത്യ ഒന്ന് കറങ്ങി വരാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ യാത്രയാണ്. അപ്പൊ മുത്തൂസ് ഡ്രസ് മടക്കി വെക്കുന്ന പരിപാടിയാണ്. ഇപ്പച്ചി കൂടുതൽ വേണ്ടി വരില്ല, അങ്ങനെ എന്റെ കുട്ടി ഉദ്ദേശിച്ചത്. ഇപ്പച്ചി കുളിക്കാത്തല്ലേ, അപ്പച്ചി ആകെ 2 ഡ്രസ് മതി. ഇമ്മച്ചിച്ചല്ലേ കുളിക്കാത്ത, ഞാൻ എന്നും കുളിക്കണേ. അപ്പൊ ഡ്രസ് മടക്കിയൊക്കെയാണ്. കുട്ടികൾക്ക് ഇതാ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വലുത് ഫുൾ അതിനകത്ത് സെറ്റ് ചെയ്തു. എനിക്ക് പിന്നെ അധികം ഡ്രസ്സിന്റെ ആവശ്യമില്ല. ആദ്യം പറഞ്ഞ പോലെ കുളിക്കാത്തോണ്ടൊന്നല്ല, 2 ദിവസം അങ്ങോട്ടും ട്രെയിനിലായിരിക്കും, 2 ദിവസം ഇങ്ങോട്ടും ട്രെയിനിലായിരിക്കും. പിന്നെ ഒരു 5-6 ദിവസമാണ് അവിടെ ഉണ്ടാവുക. അതിനുള്ള ഡ്രസ്സുകള്, ഡ്രസ്സ് ഇല്ലാത്തോണ്ടൊന്നല്ല കേട്ടോ. മുത്തൂസ് കണ്ടില്ലേ, ഓരോ പെരുന്നാക്കും ഓരോ കൂട്ടി ഡ്രസ്സ് എടുത്തിട്ട് ഫുള്ള് തൂങ്ങി കിടക്കുന്ന ഡ്രസ്സുകള് ഓർമ്മളെ കഥ പറഞ്ഞു. അപ്പൊ അതില് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കും അല്ലെ മുത്തൂസ്? പാക്കിങ്ങിലാണ്. മുത്തൂസ് ഉണ്ടല്ലേ 10 ഡ്രസ്സ് വരിക്ക് നിരത്തി വെച്ചേക്കണു. മുത്തൂസിന് 10 ദിവസം ഡ്രസ്സ് മാറ്റണം പറഞ്ഞത്. 10 ഡ്രസ് ഞാൻ എങ്ങനെയൊന്നും അറിയണില്ലേ. ഓ, ഞങ്ങള് ടീമിന്റെ കൂടെ പോണത്. ഓല് പറഞ്ഞത് 3 ഡ്രസ്സ് മതി എന്നാ പറഞ്ഞത്. 3 ഡ്രസ്സൊക്കെ പറയുന്നു. 3 ഡ്രസ്സ് പറയുമ്പോ ഓല് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഇവിടുന്ന് പോകുമ്പോ എന്തായാലും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും. കൂടാതെ 3 ഡ്രസ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പോകുമ്പോ 2 ദിവസം ട്രെയിനിലായിരിക്കും. അപ്പൊ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യം, കുളിക്കാനുള്ള വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് അജ്മീർ പോയിട്ട് അവിടെ ഒരു ദിവസം, അവിടെ 2 ദിവസം. അപ്പൊ അതിനൊരു ഡ്രസ്സായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ അവിടുന്ന് എന്താക്കി നമ്മൾ വരുമ്പോ ഉള്ള ഡ്രസ്സ് ചിലപ്പോ അവിടെ അലക്കിടാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ എന്ന് പറയുമ്പോ ആഗ്രയിലും ഡൽഹിയിലും അതവിടെ അലക്കാൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും പറയാം, ലോണ്ടറിക്കാരോ അങ്ങനെ എന്താ ടീമുണ്ട്. അപ്പൊ ഓലത്ത് അലക്കാൻ വേണ്ടി കൊടുക്കുക. അത് രാവിലെ കൊടുത്ത വൈകുന്നേരം ആകുമ്പോൾ ഉച്ചാകുമ്പോൾ സാധനം തിരിച്ചിട്ടും. അതുപോലെ എത്ര 5-10 റുപ്യ എന്തോ ചാർജ് തന്നെ തോന്നണം. പണ്ട് ഞാൻ പോയ സമയത്തൊക്കെ അങ്ങനെയാന്ന്. ഇപ്പൊ എത്ര എന്നുള്ള അറിയില്ല. അപ്പൊ എനിക്കറിയില്ല. മുത്തൂസ് 10 ദിവസത്തെ ഡ്രസ്സ് ഉണ്ട്. എന്റെ കുട്ടിയുണ്ട്, എന്റെ കുട്ടിയുണ്ട് ഇട്ട് പോവാന്. ഓനെ ഞങ്ങൾ കൊണ്ടുപോലോ. ഓനെ ഞങ്ങൾ ഇവിടെ വാതിലടിച്ചിട്ട് പോകൂലേ. ട്രെയിനിലാ പോണ്. ട്രെയിനിലാ പോണത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു 3 ഡ്രസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്നാലും മുത്തൂസത്തെ 10 ഒക്കെ എടുത്തേക്കണോ. 10 ഡ്രസ് കരുതിയേക്കണോ. മുത്തൂസത 1, 2, 3, 4, 5, 6, 7 ആയിപ്പോ തന്നെ. 1, 2, 3, 4, 5, 6. പിന്നെ ഒന്ന് ഇട്ട് പോണത്. അപ്പൊ 7 പിന്നെ ഇപ്പൊ 2 ദിവസല്ലേ. തിരിച്ചു വരുമ്പോ ട്രെയിനിൽ കയറിയാ പിന്നെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് പോകുമ്പോ അതേപോലെ തന്നെ. പിന്നെ എന്തിനാണ് ഇത്ര ഡ്രസ്സ് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആയിക്കോട്ടെ, ഏറ്റവും കൂടെ നടക്കേണ്ടി വരും. ഓരൊക്കെ വിചാരം നമ്മള് സാധാരണ ഗൾഫിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കയറിയ ലഗേജ് ഒരു വൈക്ക് കൂടെ പോകും, അപ്പുറം നിന്ന് കിട്ടും. പിന്നെ നമ്മൾ അവിടെ റൂമിക്ക് പോവാം, അങ്ങനെയൊക്കെ അല്ലേ. അതേപോലെ തന്നെ ഇനിയിപ്പോ കാറിലാണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഡിക്കിലാണ്ട് വാരിട്ടാല് തിരിച്ചു വരുവോളം വണ്ടിന്റെ ഡിക്കിലൂടെ കടന്നോളും. ഒരു കുഴപ്പമില്ല. അവിടെ ഇറങ്ങുമ്പോ ആവശ്യത്തിന് ഡ്രസ്സ് മാത്രം പുറത്തിട്ടാൽ മതി. ഇത് അങ്ങനെയല്ല കേട്ടോ മുത്തൂസേ. ട്രെയിനില് പോകുമ്പോ ഏറ്റിങ് കൊണ്ട് നടക്കേണ്ടി വരും. ട്രെയിനിൽ ഇറങ്ങിയ അടുത്ത സ്ഥലം എത്തണ വരെ ഏറ്റിങ് കൊണ്ട് നടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ വല്ല ബസ്സിലോ വണ്ടിയിലോ കയറിയാല് വണ്ടിയിൽ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോ അത് ഏറ്റിങ് കൊണ്ട് പോകണം. ഞാൻ മുത്തൂസിന് കാര്യങ്ങൾ പറയണം, മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. കാരണം മുത്തൂസ് ഡ്രസ്സൊക്കെ ഒരുപാട് ഉണ്ട്. അവസാനം മുത്തൂസ് ഇന്നെ കൊണ്ട് ഏറ്റിച്ചാനാണെന്നുണ്ടെങ്കിൽ നടക്കൂല. കുട്ടികളൊക്കെ മുത്തൂസൊക്കെ എടുത്ത് കൈ പിടിച്ച് നടക്കൂല മുത്തൂസെ. അപ്പൊ അതിന്റെ പരിപാടിയിലാണ് മുത്തൂസെ. മുത്തൂസ് ഏത് ബാഗിലാണ് ആക്കണ്? എനിക്ക് ബാഗില്ല, അവിടെ ഉമ്മന്റെ അടുത്താണ്. എന്നാ തൽക്കാലം അതിനകത്താക്കിക്കോ. നമ്മളെ അലുമിനിയത്തിന്റെ ബാഗില്. ഇതൊക്കെ നമുക്ക് അലുമിനിയം കടയിൽ നിന്നിട്ട് ബാഗാണ് കേട്ടോ. ഇത് ടൂൾസ് ഉണ്ടായിരുന്ന ബാഗ് ഞാൻ ഒഴിവാക്കിയതാണ്. അലുമിനിയം കടയത്തെ ന്യൂ ഇന്ത്യ അലുമിനിയത്തിന്റെ ആണ്. ഇത് സഫ അലുമിനിയം സെന്ററിന്റെ ആണ്. 2 നമുക്ക് ന്യൂ ഇയർ ആകുമ്പോ എല്ലായിടത്തുനിന്ന് കിട്ടുന്നതാണ്.
അതങ്ങനെ നമ്മളെല്ലാം അടിപൊളിയാക്കിയിട്ട് വെച്ചേക്കണ്. ഇതിനകത്ത് ഇത് ചെറിയ ബാഗ് ആയതുകൊണ്ട് ഇതിനകത്ത് കുട്ടികൾക്ക് ഫുള്ള് സെറ്റ് ചെയ്തേക്കണം. അതിനകത്ത് ഒന്നും വെച്ചിട്ടില്ല. തൽക്കാലം മുത്തൂസ് അതിനകത്ത് ആക്കിക്കോ. ആക്കി ഉമ്മാനോട് പോയിട്ട് റെഡി ആക്കിയ പോരെ. അത് 2 തോളിലിടണ. ഇതൊന്നും തോളിലിടാം. ഇതോ ഇത് തോളിടല്ല എങ്ങനെ അറിയില്ല. മനസ്സിലായി. ഇത് പിടിക്കാൻ കാണിച്ചാൽ എങ്ങനെ തോളിലിടാ. ഇത് ഇങ്ങനെ അടച്ചു വെച്ചോ. ഇത് പിടിച്ചോ. കണ്ടോ കണ്ടോ ഇതേപോലെ തോളിലിടാം. ഇതൊന്നും മറ്റേന്റെ അത്ര സുഖം ഉണ്ടാവില്ല. ഇവിടെ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് വേറെ സൈൽക്കും തോളിലിടാം. പിന്നെ ഇതുമ്മ ഇത് കണ്ടില്ലേ ഇങ്ങനെ സാധനം ഉണ്ട് കണ്ടോ. അത് കഴുത്ത് വേനാവും. ഇത് ഇങ്ങനെ ഇടാ. ഒന്നിരിക്കും ഇങ്ങനെ ഇടാ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇഞ്ഞും നീളം വെക്കും. നീളം വെപ്പിച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇടാ. ഷോൾഡർ വേനാവില്ലേ. എന്താ ഇങ്ങനെ ഇടാ. ഇതിന്റെ ഉള്ള ഷോൾഡർ വേദനാവുള്ളൂ. ഇതുമ്മ മറ്റേ കണ്ടോ പ്ലാസ്റ്റിക് സാധനം ഉണ്ടാവും. അതുകൊണ്ട് വേദനാവില്ല. ഇതിങ്ങനെ ഇത് അതിനായിട്ടുള്ളതാണ് തൊള്ളിങ്ങനെ ഒക്കെ ഉള്ളത്. ഇതുമ്പോ ഇതുണ്ടാവും. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇടാം. കണ്ടോ ഇത് വേദനിക്കില്ല. ഇതില് സാധനം ഇല്ല. ഇതില് നിറച്ച സാധനം. ഇതും നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ചെലക്കൂടാ. ഇതില് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പോട്ടോ. ഇവിടെ ഒരു സിബ് ഉണ്ട്. അതേപോലെ തന്നെ ഇതാ പല സൈഡിലൊരു സിബ് ഉണ്ട്. അതായത് സംഗതി സെറ്റപ്പുകൾ കൂടിയതാണ്. ഇതിൻ്റെത് ഇതാ ഈ ഒരു സൈഡിൽ മാത്രമേ സിബ് ഉണ്ടാവുള്ളൂ. കണ്ടോ ഒരു പേടി. മൊത്തം കുറച്ച് ദിവസം വരെ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് പേടിയാണ്. കാരണം കുട്ടികളെ വെച്ച് ട്രെയിനിൽ ഇറക്കണം. 2 ദിവസം അങ്ങോട്ടും ട്രെയിനിൽ, 2 ദിവസം ആദ്യമായിട്ട് അത് ട്രെയിനിലും കയറണേ. നമ്മള് പിന്നെ അറിയുമ്പോ 2 കൊല്ലം നമ്മൾ ട്രെയിനിൽ മാത്രം പോയി ആൾക്കാരാണ്. അതിന്റെ കഥ നമ്മൾ പിന്നെ പറയണ്ട്. അപ്പൊ ഞാന് മറ്റേ കമ്പ്യൂട്ടർ പഠിച്ചാണ്ടി പോയെന്ന്. 2 കൊല്ലല്ല, 1.5 കൊല്ലം കമ്പ്യൂട്ടർ പഠിച്ചാൻ വേണ്ടിട്ട് ഡെയിലി ട്രെയിനിന് രാവിലെ പോകും, ഉച്ചക്ക് തിരിച്ചു വരും. രാവിലെ പോകും, ഉച്ചക്ക് തിരിച്ചു വരും. ആകെ 1.5 മണിക്കൂറുള്ള ക്ലാസ് ഉണ്ടാവുള്ളൂ. രാവിലെ ട്രെയിൻ ഉണ്ടാവും, അതിന് വരും പട്ടാമ്പിക്ക്. എന്നിട്ട് വൈകുന്നേരം ട്രെയിൻ ഉണ്ടാവും, അതിന് തിരിച്ചു പോകും. 1.5 മണിക്കൂർ ക്ലാസ്സിന്. അങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു കാലം. പിന്നെയാണെന്നുണ്ടെങ്കിലോ പഠിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരലും അങ്ങോട്ട് പോകലൊക്കെ ഞാൻ അവിടെ അല്ലേ പഠിച്ചിരുന്നത്, ഷൊർണൂരെല്ലാം പഠിച്ചിരുന്നത്. അറിയാത്ത മാതിരി ചോദിക്കണു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ മുത്തൂസ് ഡ്രസ്സ് മടക്കിയേക്കാന്ന് പറഞ്ഞിട്ട് വല്ല ക്യാമറയും കൈ പിടിച്ചോണ്ട് നിൽക്കാണ് ആള്. അടവ് മടക്കിയ കൂട്. പിന്നെ ഇന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശം മുത്തൂസിന് കൊടുത്തുക്കണം. കുട്ടികളുടെ ഒക്കെ ഞാൻ മടക്കി വെച്ചു. മക്ക പോലെ കാണാത്തോണ്ട് ഇപ്പൊ ഞാനിവിടെ പിടിച്ചു വലിച്ച് എഴുത്തിയതാണ്. അല്ലെങ്കിൽ അവിടെ റൂം പോയി കിടക്കും. എന്നിട്ട് ഞാൻ ഇവിടെ ഒറ്റക്ക് പാവം കഷ്ടപ്പെട്ട് മടക്കണം. ഞാൻ ഒറ്റക്ക് യാത്ര പോണ പോലെ. ഒറ്റക്കല്ലേ യാത്ര പോണ. എല്ലാ പണിയും ഞാനും മുത്തൂസിനെ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യിപ്പിച്ചു. മുത്തൂസൻ എന്റെ ഡ്രസ് എടുത്തോ. ഏതൊക്കെയാണ് ഞാനാകെ 5 എടുത്തപ്പാ. അറിയാത്തൊക്കെ മാറ്റിക്കളാ. 3 4 ഇത് വേണ്ടെന്ന് പറഞ്ഞ സാധനമാണ്. 1 2 3 4 5 അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. 6 ഇതൊക്കെ പറഞ്ഞില്ലേ. ഷർട്ട് മാത്രമേ കൂടുതലുള്ളൂ. പാന്റ് ആകെ 2 എടുക്കുള്ളൂ. പാന്റ് എത്ര എടുക്കണ? പാന്റ് 1 2 മതി. ബ്ലാക്ക് പാന്റ് അവിടെ. ബ്ലാക്ക് പാന്റ് ഇതാ. എന്നാ എടുത്തോ. ഇതൊന്ന്. പിന്നെ ഏതാണ്ട് പിന്നെ ഇത് വേണ്ടല്ലോ. വേണ്ടേ? കൊറേ നേരം ഇരിക്കാനുള്ളതാണ്. അങ്ങനത്തെ ലൂസ് ഉള്ളതൊക്കെ എടുത്താ മതി. ലൂസ് ഉള്ളതാ. ബെൽറ്റ് അവിടെ വീട്ടിലുണ്ട്. എടുക്കാൻ ഓർമ്മിപ്പിക്കണ്ടേ? മതിയോ? ഇതും കൂടി വേണോ? വെള്ള പാന്റ് വേണ്ടല്ലോ. അത് മതി. അത് 3. ഇവിടുന്ന് പോകുമ്പോ ഇവിടുന്ന് പോകുമ്പോ മറ്റേ കറുപ്പും വെള്ള ഇടണോ? അത് അതിലേക്ക് സെറ്റ് ആയില്ലേ? ഒക്കെ ഞാൻ പറയണം.
അല്ലേ എന്റെ കാര്യങ്ങള് ഓളിനോളാ ശരിക്ക് എല്ലാ പെണ്ണുങ്ങളും എന്താ കേട്ടാ ഒക്കെ മടക്കിയിട്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടൊക്കെ മടക്കിയിട്ട് എടുത്ത് വെച്ച് കൊടുക്കല്ലേ ഇത് എങ്ങനെയാന്ന് വെച്ചാല് കാക്ക് ഏതാ വേണ്ടിച്ചെടുത്തോളി അറിയും എന്നിട്ട് ഓള് ക്യാമറയും പിടിച്ച അവിടെ ഇരിക്കുക ക്യാമറ പിടിച്ചോ മടക്കി വെച്ചോ അയ്യവാ കേട്ടോ ഇപ്പൊ നല്ല വൃത്തിയായി ഞാൻ അതിലേക്കുള്ള പാന്റും പാന്റ് ആദ്യം തന്നെ മടക്കിച്ചല്ലതാ ഒരു ഡ്രസ്സും ഒക്കെ. അപ്പോൾ നമ്മൾ യാത്രകൾ ഒരുക്കെന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗുളിക മേടിച്ചിട്ടുണ്ട്, പാരസിറ്റാമോൾ മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഛർദ്ദിക്കുള്ള ഗുളിക മേടിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 ടിന്ന് വെള്ളം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വേണ്ടത്. കുറച്ച് പഴം, ഫ്രൂട്ട്സ് 2 ദിവസത്തിനുള്ള ട്രെയിനിലായിരിക്കും, അതിനുള്ള ഫുഡ് ഐറ്റംസുകൾ അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള യാത്രയാണ്, വലിയൊരു ടീമിൻ്റെ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ യാത്ര അതേപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള യാത്രയാണ്. ഒരുപാടേറെ രസകരമായ കാഴ്ചകളും അതേപോലെ തന്നെ നമ്മൾ കാണാത്ത ആഗ്ര, ഡൽഹി, ഉത്തരേന്ത്യയിലുള്ള ഒരുവിധമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടാവും. ആഗ്ര, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള മുംബൈ, ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷോർട്ട് വീഡിയോ നിങ്ങളൊക്കെ കാണലുണ്ട്, പക്ഷേ ഫുൾ വീഡിയോയും കൂടി കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് യാത്ര പോവാം.